മന്ത്ര സാരി ഡ്രേപ്പിംഗ് സ്റ്റുഡിയോ. ഹെവി വെയിറ്റ് വരുന്ന, അതായത് വലിയ ബോർഡറും സ്റ്റോൺ വർക്കൊക്കെ ആയിട്ട് വരുന്ന സാധാരണ പട്ടുസാരികൾ എങ്ങനെ ഉടുക്കാമെന്ന് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ സാരി. ഇത് കുറച്ചധികം വീതിയുള്ള ബോർഡറും കുറച്ച് സ്റ്റോൺ വർക്കൊക്കെ ആയിട്ട് വരുന്ന ടൈപ്പ് സാരിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്കൊന്ന് ഈസി ആയിട്ട് ഡ്രേപ്പ് ചെയ്തെടുക്കാമെന്ന് നോക്കാം. കുറച്ചധികം സ്റ്റിഫ്നെസ് ഉള്ള ഒരു മെറ്റീരിയലാണ്, പെട്ടെന്ന് ഉടുത്തെടുക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ മുന്നേയുള്ള വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് ഇതുപോലെ ഹെവി ആയിട്ട് വരുന്ന സാരികൾ പെട്ടെന്ന് ഉടുത്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തലേ ദിവസം തന്നെ ലോവർ പ്ലീറ്റും അപ്പർ പ്ലീറ്റൊക്കെ എടുത്ത് വെച്ചിട്ട് പിൻ ചെയ്ത് അയൺ ചെയ്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫംഗ്ഷനോ അല്ലെങ്കിൽ അത്യാവശ്യ കാര്യങ്ങളൊക്കെ പോകുമ്പോഴത്തേക്കും പെട്ടെന്ന് ഡ്രേപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഇതിലും അത് തന്നെ ചെയ്യാൻ നോക്കുക. എന്നാൽ നമുക്കിതൊന്ന് ഉടുത്ത് നോക്കാം. നമ്മൾ സാരി ഉടുത്ത് തുടങ്ങുന്നതിന് മുന്നേ ഹെവി ആയിട്ടുള്ള സാരികൾ ഉടുക്കുന്ന സമയത്ത് അണ്ടർസ്കേർട്ടിൻ്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ വണ്ണമുള്ളവരാണെങ്കിൽ ഷേപ്പ് വെയർ പോലുള്ള അണ്ടർസ്കേർട്ടുകൾ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. മാർക്കറ്റിൽ 400-500 റേഞ്ചിലെ സ്കേർട്ട് അവൈലബിൾ ആണ്, ഓൺലൈനിലും കിട്ടും. ഷേപ്പ് വെയർ എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള ഷേപ്പ് സൈസിനനുസരിച്ചിട്ടുള്ള ഷേപ്പ് വെയറുകൾ കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾ അങ്ങനെ മേടിച്ച് ഉപയോഗിക്കാൻ നോക്കുക. മെലിഞ്ഞവർ സാധാരണ കോട്ടൻ്റെ അണ്ടർസ്കേർട്ട് യൂസ് ചെയ്യുക. യൂസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഇറക്കവും നമ്മുടെ ഇതിൻ്റെ സൈസും ഇതെല്ലാം കറക്റ്റായിട്ട് നോക്കിയിട്ട് വേണം അണ്ടർസ്കേർട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് എൻ്റെ എല്ലാ വീഡിയോസും എല്ലാവരും കാണണമെന്നില്ല, യാദൃശ്ചികമായിട്ട് കാണുന്നവർക്ക് കൂടെ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. അപ്പോൾ നമുക്ക് സാരി ഉടുക്കാൻ നോക്കാം. സാരി ഉടുത്ത് തുടങ്ങുന്ന സമയത്ത് ഇതുപോലെ കട്ടിങ് ചെയ്യുമ്പോഴത്തേക്കും ഞാൻ ആദ്യമേ തന്നെ ഒരു കെട്ടിടുന്ന കാര്യം പറഞ്ഞിരുന്നു. അങ്ങനെ കെട്ടിടാൻ ബുദ്ധിമുട്ടുള്ളവർ ഇതുപോലെ ചിലപ്പോൾ ഇത്രയും സ്റ്റിഫ് മെറ്റീരിയൽ കട്ടിയുള്ള മെറ്റീരിയൽ കെട്ടിടുമ്പോഴത്തേക്കും ചിലപ്പോൾ അത് ഒരു ബോറായിട്ട് തോന്നും. ഈ ഭാഗം കൊണ്ട് പ്രൊജക്റ്റ് ചെയ്തിരിക്കും. അപ്പം കെട്ടിന് പകരം നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നല്ല കട്ടിയുള്ള ഒരു പിന്നിന് വെച്ചിട്ട് പിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അവിടെ തന്നെ ഫിക്സായി ഇരുന്നോളും. നമ്മൾ ഇതിനെ ഒന്ന് പിന്നെടുത്തു. ഈ ചുറ്റിയെടുക്കുന്ന സമയത്ത് സാരി ഈ പോർഷൻ നമ്മൾ ചുടുവന്ന് വീഴാതെ സ്ട്രെയിറ്റ് ആയി തന്നെ ചുറ്റിയെടുക്കാൻ നോക്കുക. അടുത്ത് നമ്മുടെ രണ്ടാമത്തെ ചുറ്റിൽ വരുന്നതാണ് മുന്താണിയുടെ പോർഷനും. മുന്താണിയും അപ്പർ പ്ലീറ്റും ലോവർ പ്ലീറ്റും എല്ലാം രണ്ടാമത്തെ ചുറ്റിലാണ് എടുക്കേണ്ടത്. ഓക്കെ, അപ്പർ പ്ലീറ്റ് ഈ ഹെവി ബോർഡറിൽ അപ്പർ പ്ലീറ്റ് എങ്ങനെ എടുക്കുന്നത് നോക്കാം. ഇപ്പോൾ ഇത്രയാണ് ഇതിന്റെ ബോർഡർ. ഈ ഇതുപോലെ ബോർഡർ വരുമ്പോഴത്തേക്കും ഈ ബോർഡറിന്റെ അളവിന് വെച്ചിട്ട് തന്നെ പ്ലീറ്റ് എടുക്കാൻ നോക്കുക. ഇതുപോലെ എടുക്കുക. നമുക്ക് ഇഷ്ടമുള്ള അത്രയും പ്ലീറ്റുകൾ എടുക്കാം. എടുത്ത് കഴിഞ്ഞ ശേഷം ഇത് ഒന്നുകൂടെ ജസ്റ്റ് അറേഞ്ച് ചെയ്ത ശേഷം അപ്പം തന്നെ പിൻ ചെയ്യും. പിൻ ചെയ്യുമ്പോഴത്തേക്കും അത് കറക്റ്റ് ഇതിൽ കിട്ടും. കിട്ടുന്ന സമയത്ത് താഴോട്ട് എടുക്കുന്ന പ്ലീറ്റും അതേ ലെവലിൽ തന്നെ കീപ്പ് ചെയ്തെടുത്ത് പിൻ ചെയ്ത് പോകാം. പിൻ ചെയ്ത ശേഷം ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പിടിച്ച് അറേഞ്ച് ചെയ്തിട്ട് നമ്മുടെ ഷോൾഡറിലേക്ക് ഇങ്ങനെ ഇടുക. അത് കഴിഞ്ഞ ശേഷം ഈ ഷോൾഡറിൽ വെച്ചിട്ട് തന്നെ നമുക്ക് ബാക്കിയുള്ള പ്ലീറ്റ് എടുക്കാം. നമ്മളിപ്പോൾ ഇതുപോലെ പിഞ്ച് കിട്ടുമ്പോൾ ബാക്കിലെ മുന്താണി മുട്ടിന് താഴെ എത്തിയിട്ടുള്ളത് ഇടയ്ക്കൊന്ന് ശ്രദ്ധിക്കണം. അത്രയും പോർഷൻ വരെ മതിയാവും. മുട്ടിന് ജസ്റ്റ് താഴെ നീറ്റും കാഫിനും ഇടയ്ക്കുള്ള പോർഷനിൽ മുന്താണിയുടെ ഇറക്കം മെയിൻറ്റെയിൻ ചെയ്യുക. മുട്ടിൻ്റെ താഴെയായിട്ട് വേണം മുന്താണിയുടെ ഇറക്കം വെക്കേണ്ടത്. നമ്മൾ പ്ലീറ്റ് എടുത്ത ശേഷം പുറകിലത്തെ മുന്താണിയുടെ ലെങ്ത് നീക്കും കാഫിനും ഇടയിൽ. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അപ്പർ പ്ലീറ്റ് അറേഞ്ച് ചെയ്യാം. അപ്പർ പ്ലീറ്റിൽ ഓൾറെഡി നമ്മൾ പിൻ കൊടുക്കേണ്ടത് പുറകുവശത്താണ്. പുറകുവശത്ത് പിൻ കൊടുത്ത ശേഷം അതിൻ്റെ ഫസ്റ്റ് പ്ലീറ്റ് മാറ്റിയ ശേഷമാണ് ഫ്രണ്ടിലായിട്ട് പിൻ കൊടുക്കേണ്ടത്.
ഞാനിത് ഓൾറെഡി പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ പ്ലീറ്റ് ഒന്ന് അറേഞ്ച് ചെയ്യാം. ആ പൊസിഷനിലായിട്ട് വേണം ഫ്രണ്ടിൽ പിൻ കൊടുക്കേണ്ടത്. പിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഇതിൽ ഓരോ പ്ലീറ്റായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ച ശേഷം നമുക്ക് സൈഡ് പ്ലീറ്റ് നോക്കാം. സൈഡ് പ്ലീറ്റ് നമ്മൾ സൈഡിലേക്ക് ഇങ്ങനെ വലിക്കുമ്പോൾ തന്നെ നമുക്കവിടെ സൈഡിൽ ലെയറായിട്ട് വരുന്നതാണ്. അതിൽ ഓരോ ലെയർ ഒരു 3-4 ലെയർ എടുത്തതിന് ശേഷം ബോർഡറിൻ്റെ കൂടെ ചേർത്തിട്ട് ഒരുമിച്ച് പിൻ ചെയ്യുക. അങ്ങനെ ഒരുമിച്ച് പിൻ ചെയ്യാൻ കഴിയാത്തവർ ആദ്യം ബോർഡർ സൈഡിലേക്ക് എടുത്ത് അണ്ടർസ്കേർട്ടിൻ്റെ പുറകിൽ നിന്ന് വലിച്ചിട്ട് വേണം, പുറകിൽ നിന്ന് വലിച്ച് ബോർഡറും അണ്ടർസ്കേർട്ടും കൂടെ ചേർത്തിട്ട് പിൻ ചെയ്യുക ആദ്യം. അതിനുശേഷം 3 ലെയർ ഒരുമിച്ച് നമുക്ക് ചേർത്ത് ഇതിൻ്റെ കൂടെ ചേർത്തിട്ട് തന്നെ പിൻ ചെയ്ത് വയ്ക്കാം. ഇത് ഒരുമിച്ച് ഈ ലെയറും ബോർഡറും കൂടെ പിൻ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്. ഇങ്ങനെ 2 രീതിയിൽ സൈഡ് പ്ലേറ്റ് പിൻ ചെയ്ത് ഫിക്സ് ചെയ്യാം. അതിനുശേഷം സൈഡിൽ സ്കേർട്ടിൻ്റെ കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്തിട്ട് വേണം ഫിക്സ് ചെയ്യേണ്ടത്. കാരണം ഇത് കുറച്ച് കട്ടിയുള്ള മെറ്റീരിയലാണ്, ഉടുത്താൽ ഒതുങ്ങാനും പ്രയാസം. അതുകൊണ്ട് തന്നെ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് വേണം പിൻ ചെയ്യേണ്ടത്. ഇപ്പം ഞാൻ പിൻ ചെയ്ത് കഴിഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ സൈഡ് വയറ് മറയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു പോയിന്റിൽ ഒരിക്കലും കൊടുക്കരുത്, പകരം ആ പോയിന്റിൽ കൊടുക്കുക. ഇവിടെ തന്നെ ഫിക്സ് ചെയ്യാൻ നോക്കുക, തുടങ്ങുന്നിടത്ത് പിൻ ചെയ്യാൻ നോക്കുക. ഒരിക്കലും ഇതുപോലെ ബോർഡർ വലിച്ച് മുകളിലേക്ക് ഒരിക്കലും പിൻ ചെയ്യരുത്. പിൻ ചെയ്ത് കഴിഞ്ഞാൽ സൈഡിലത്തെ ഞൊറിവ് പോകും. അതുമാത്രമല്ല അവിടെ ഒരു ഷേപ്പ്ലെസ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് ഒരിക്കലും ബോർഡർ മുകളിലേക്ക് വലിച്ച് കയറ്റി പിൻ ചെയ്യാൻ ശ്രമിക്കരുത്. ഇപ്പം നമുക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇനി വേണ്ടത് ലോവർ പ്ലീറ്റ് എടുക്കുകയാണ്. ലോവർ പ്ലീറ്റ് നമുക്ക് ആദ്യം എത്ര പ്ലീറ്റാണ് എടുക്കുന്നത് അതേ ഷേപ്പിൽ തന്നെ, അത് ചെറിയ രീതിയിലായിരുന്നാലും വലിയ രീതിയിലിരുന്നാലും നമുക്ക് അതേ ഷേപ്പിൽ തന്നെ ഓരോ പ്ലീറ്റ് തുടർന്നും എടുത്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഇത് എടുത്ത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൽ ലാസ്റ്റ് പ്ലീറ്റ് എപ്പോഴും വലുതാക്കി ഒന്ന് എടുക്കുക. അതുപോലെ തന്നെ ഈ പ്ലീറ്റ് വീണ്ടും ഒന്നുകൂടെ എടുത്ത ശേഷം ഇങ്ങനെ അറേഞ്ച് ചെയ്ത് നമുക്ക് എന്തായാലും ഇത് ഒരുമിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് പിൻ കയറത്തില്ല.
അതായത് ഈ പോർഷനും അകത്തുള്ള പോർഷനും സ്കേർട്ടും ബോർഡറും എല്ലാം കൂടെ ചേർത്തിട്ട് ഒരുമിച്ച് പിൻ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഞാനിത് പല വീഡിയോകളിലായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അങ്ങനെ പിൻ ചെയ്യാൻ പറ്റാത്ത സമയത്ത് ഇതിനെ മാറ്റുക. ഇതിനെ മാറ്റിയ ശേഷം ഈ ബോർഡറും സ്കേർട്ടും ഇതിന് അകത്ത് പോയ പൊസിഷനുണ്ട്, അകത്ത് പോയ അതും കൂടെ ചേർത്തിട്ട് ഇവിടെ ഒരു പിൻ കൊടുക്കുക. ഞാനിപ്പോൾ മൊട്ട സൂചിയാണ് ഉപയോഗിക്കുന്നത്, പിൻ ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ പിൻ ചെയ്യാം. ഇനി അടുത്ത് അതവിടെ വിട്ടേക്കുക, പിൻ ചെയ്യുക. പിൻ ചെയ്ത ശേഷം അടുത്ത് നമുക്ക് ഈ ബോർഡർ ഇതേ പൊസിഷനിൽ തന്നെ കീപ്പ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇതിനെ എടുത്തിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം അകത്തുകൂടെ ഒരു പിൻ ജസ്റ്റ് ഒന്ന് കൊടുക്കാം. അപ്പോൾ ഈ പോർഷൻ ഇതിങ്ങനെ തന്നെ കിട്ടുന്നതാണ്. ഇനി നമുക്ക് ഈ താഴേക്കുള്ളത് അറേഞ്ച് ചെയ്തെടുക്കണം. മുകളിൽ ഉള്ള ഈ പ്ലീറ്റിന്റെ ഭാഗം അറേഞ്ച് ചെയ്തെടുത്ത് വേണം വരാൻ. താഴെ അറ്റം വരെ ഒരേപോലെ ഒരേ രീതിയിൽ പിടിച്ച് ഒതുക്കിയെടുക്കുക. ഇത് ഒതുക്കിയെടുത്ത ശേഷം ഈ പ്ലീറ്റും ഇതെല്ലാം കൂടെ ഒരുമിച്ച് പിടിച്ചിട്ട് ഒന്ന് ട്വിസ്റ്റ് ചെയ്യണം. ട്വിസ്റ്റ് ചെയ്ത ശേഷം വിടുക. വിട്ട ശേഷം നമുക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഇവിടെ നമ്മൾ പിൻ ചെയ്ത് അതേ പൊസിഷനിൽ തന്നെ നമുക്ക് താഴെ വരെയും കിട്ടും. അപ്പർ പ്ലേറ്റ് ഒന്നുകൂടെ ഒന്ന് അറേഞ്ച് ചെയ്യാം. ഇതുപോലെ അറേഞ്ച് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഈ പോർഷൻ പിടിച്ചൊന്ന് ഇങ്ങനെ താഴ്ത്തി കൊടുക്കുക. അപ്പോൾ ഇവിടെ എല്ലാം നല്ല ടൈറ്റായിട്ട് കിട്ടും. അപ്പോൾ ഇതുപോലെയാണ് സിൽക്ക് സാരി ഡ്രേപ്പ് ചെയ്ത് എടുക്കേണ്ടത്. ഇത് കുറച്ച് ബോർഡർ, വലിയ ബോർഡറും കുറച്ച് ഹെവി ആയിട്ടുള്ള മെറ്റീരിയലാണ്. ഉടുത്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ സാരി ഉടുക്കുന്ന സമയത്ത് പ്രീ പ്ലീറ്റ് ചെയ്ത് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതായത് തലേ ദിവസം തന്നെ അപ്പർ പ്ലീറ്റ് ലോവർ പ്ലീറ്റ് ഒക്കെ എടുത്ത് അയൺ ചെയ്ത ശേഷം അടുത്ത ദിവസം രാവിലെ ഉടുക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് ഡ്രേപ്പ് ചെയ്തെടുക്കാൻ പറ്റും. നമ്മുടെ ഇന്നർ എങ്ങനെയാണോ, നമ്മുടെ ഇന്നറിൻ്റെ ഷേപ്പ് എന്താണോ അതായിരിക്കും സാരിയിലും പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുന്നത്. സാരി ഉടുക്കുമ്പോൾ ഒരാളുടെ ബോഡി സാരി ഉടുക്കുമ്പോൾ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുന്നത് നമ്മുടെ ഉള്ളിലെ ഇന്നറിൻ്റെ രീതി അനുസരിച്ചായിരിക്കും. അതുകൊണ്ട് ഇന്നർ യൂസ് ചെയ്യുമ്പോൾ അണ്ടർസ്കേർട്ട്, ബ്ലൗസ് ഇതെല്ലാം യൂസ് ചെയ്യുമ്പോൾ സാരി ഉടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക. നമ്മുടെ കറക്റ്റ് നമ്മുടെ ബോഡിയുടെ ഭംഗി കറക്റ്റ് കിട്ടണമെങ്കിൽ നമ്മൾ കറക്റ്റായിട്ടുള്ള ഇന്നർ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.